നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിളവെടുക്കുന്ന സവാള നശിക്കാതെ സൂക്ഷിക്കാൻ പുതിയ സംവിധാനം ഒരുക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. സവാള കർഷകർ നേരിടുന്ന പ്രധാന പ്രതിസന്ധിക്കാണ് ഇതോടെ പരിഹാരമാകുന്നത്. വിളവെടുപ്പിന് ശേഷം സവാള സൂക്ഷിക്കുന്നതിനായുള്ള പുതിയ പദ്ധതിക്ക് ഉടൻ തന്നെ തുടക്കമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഗാമാരശ്മികൾ ഉപയോഗിച്ച് വികിരണം നടത്തി സവാള മുളയ്ക്കുന്നത് തടയാനുള്ള പദ്ധതിയാണ് ഒരുക്കുന്നത്. വിളവെടുപ്പിന് ശേഷമുള്ള സവാളയുടെ നഷ്ടം വളരെ വലുതാണ്. സവാള ഗണ്യമായി ചീഞ്ഞു പോവുകയും കോൾഡ് സ്റ്റോറേജിൽ പോലും മുളയ്ക്കാൻ തുടങ്ങുകയും ചെയ്യാം. വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം നിലവിലുള്ള 25% നിന്ന് 10 മുതൽ 12% കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംഭരിച്ച സവാള റേഡിയേഷൻ പ്ലാന്റുകളിലേക്കും പിന്നീട് കോൾഡ് സ്റ്റോറേജിലേക്കും മാറ്റാനുള്ള പദ്ധതിക്ക് അംഗീകാരമായിരിക്കുന്നത്. റാബി സീസണിൽ ഏകദേശം 4000 ടൺ സവാള വികിരണം ചെയ്യുന്നതിനെ കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. വിലയിടിവിൽ നിന്ന് കർഷകരെ സഹായിക്കുന്നതിനായി നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും നിലവിൽ സവാള സംഭരിക്കുന്നുണ്ട്. ഇങ്ങനെ സംഭരിക്കുന്ന സവാള നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് വികിരണ പ്രക്രിയ നടത്തുന്നത്. വിളകളുടെ കേടുപാടുകൾ കുറയ്ക്കുന്നതിന് ഫലപ്രദമായ ഒരു സംരക്ഷണ രീതിയാണ് ഗാമാറേ വികിരണം. ഭക്ഷ്യജന്യ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതിനും ഈ പ്രക്രിയ പ്രയോജനകരമാണെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. കർഷകർ ഏപ്രിൽ മെയ് മാസങ്ങളിൽ റാബി ഉള്ളി വിളവെടുക്കുകയും ജൂൺ ജൂലൈ മാസങ്ങളിൽ വിൽക്കുകയും ചെയ്യും. സവാള ഉൽപാദനത്തിൽ രാജ്യത്ത് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. തൊട്ടുപിന്നിൽ മധ്യപ്രദേശ്, കർണാടക, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയുടെ മൊത്തം സവാള ഉൽപാദനത്തിന്റെ 80% ഈ സംസ്ഥാനങ്ങളിലാണ്.